ഇന്ന് കേട്ടറ്റ് സൈക്കോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഫെബ്രുവരിയിൽ നടന്ന സൈക്കോളജിയുടെ അതായത് പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്കുയരാനും സ്വത്വസാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് കൂടി നോക്കുമ്പോൾ നമുക്ക് കൃത്യമാവും. ഐഡൻറ്റിഫൈയിങ് വൺസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ടു യൂട്ടിലൈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ടു അറ്റൈൻ സെൽഫ് ആക്ച്വലൈസേഷൻ ക്യാൻ ബി ടേംഡ് ഇൻ റിലേഷൻ ടു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ചോദ്യം സൈക്കോളജിയിലെ പ്രധാനപ്പെട്ടൊരു ഹോട്ട് ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തീർച്ചയായും നമ്മൾ പഠിക്കണം. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? ഒരാൾക്ക് സ്വന്തം കഴിവിനെ മനസ്സിലാക്കി പരമാവധിയിലേക്ക് എത്താനുള്ള അത് ദൃശ്യസ്ഥലപര ബുദ്ധിയാണോ, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധിയാണോ, അതായത് ഇൻട്രാ പേഴ്സണൽ ആൻഡ് വ്യക്തിയാന്തര ബുദ്ധി ഇൻ്റർ പേഴ്സണൽ. നമുക്കറിയാം സ്വന്തം കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഇൻ്റർ ആണോ ഇൻട്ര ആണോ? അത് ഇൻട്രയാണ് അല്ലേ. അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധി, ഇംഗ്ലീഷ് നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസിലെ അതായത് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ മാറിപ്പോകരുത്. അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടാൻ അല്ലേ, ആ ബുദ്ധിയാണ് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ജേർണലിസ്റ്റുകൾക്കൊക്കെ ഉള്ളത് വ്യക്തിയാന്തര ബുദ്ധിയാണ് കേട്ടോ. ജേർണലിസ്റ്റുകൾക്കും പൊളിറ്റീഷ്യന്മാർക്കൊക്കെ ഉണ്ടാവുന്നത് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അടുത്തത്: സിനി പാഠങ്ങൾ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു, എന്നാൽ മിനി അതേ പാഠങ്ങൾ പഠിക്കുന്നതിന് ധാരാളം സമയമെടുക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം രണ്ടുപേര് അവരുടെ കഴിവുകൾ തമ്മിലുള്ള വ്യത്യാസമല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? തുടർച്ച, പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് അതായത് ജനറൽ ടു സ്പെസിഫിക്, വ്യക്തി വ്യത്യാസം, പരസ്പര ബന്ധം. ഏതായിരിക്കും? വ്യക്തി വ്യത്യാസം അല്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം: എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാ വികാസം സാധ്യമാക്കുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടതിന് വരുന്നൊരു ഭാഗമാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇതിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നോം ചോംസ്കി. അപ്പോൾ നോം ചോംസ്കിയുടെ കാര്യമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നമുക്ക് എന്ത് പറയാം? ലാഡ് എന്ന് ഇതിൻ്റെ അല്ലേ മലയാളം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്. തീർച്ചയായും അത് ആരായിരിക്കും? നോം ചോംസ്കിയാണ് അല്ലേ. ഇത് ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേട്ടോ. നോം ചോംസ്കിയെ കുറിച്ചുള്ള ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം: ഒരാളുടെ സ്വന്തം കേട്ടോ, വൺസ് ഓൺ എന്നാണ്. സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത്. അതായത് സ്വന്തത്തെക്കുറിച്ച് നമ്മളെ ചിന്തയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതിന് കൊഗ്നിഷൻ, ഡ്യുവൽ കൊഗ്നിഷൻ, മെഗാ കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ. നമുക്കതിൽ പരിചയമുള്ളൊരു വാക്കാണ് മെറ്റാ കൊഗ്നിഷൻ. അപ്പോൾ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുക, അതിനാണ് മെറ്റാ കൊഗ്നിഷൻ എന്ന് പറയാം. അടുത്ത ചോദ്യം: ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? അപ്പോൾ ഗസ്റ്റാൾട്ട്സ് തിയറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോട്ട് ടോപ്പിക്കാണ്, ഗസ്റ്റാൾട്ട് തിയറി. അപ്പോൾ അതിൽ കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് ഏത് രീതിയിലാണ്? ആവർത്തന പഠനം, അതായത് റിപ്പീറ്റഡ് ലേണിംഗ്, പ്രശ്ന പരിഹരണ രീതി, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, ശ്രമപരാജയ രീതി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, കണ്ടീഷനിങ് മെത്തേഡ്. തീർച്ചയായും ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അതേതാണ്? പ്രശ്നപരിഹാര രീതിയാണ് കേട്ടോ. പ്രശ്നപരിഹരണ, പ്രോബ്ലം സോൾവിങ്. അതേസമയത്ത് ശ്രമപരാജയം, അനുബന്ധനം അല്ലെ. അനുബന്ധനം എന്ന് പറയുന്നത് ഏതാ? ബിഹേവിയറിസ്റ്റുകളുടെ തിയറിയാണ് കണ്ടീഷനിങ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം: ബുദ്ധിമാനവുമായി അതായത് IQ അല്ലെ, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ, അതാണ് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈകാരിക മാനത്തിനാണ് അതായത് ഇമോഷണൽ ക്വോഷ്യൻറ്റിനാണ് ജീവിത വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കെന്ന് സൂചിപ്പിച്ചത്. അതായത് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോഴാണ് പുതിയൊരു കാര്യവുമായിട്ട് ഇമോഷണൽ ക്വോഷ്യൻ എന്ന പുതിയൊരു ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻറ്റിനേക്കാൾ കൂടുതൽ ഒരു ലൈഫിൽ വിജയത്തിന് ആവശ്യമുള്ളത് ഇമോഷണൽ ക്വോഷ്യൻ്റ് ആണ്, EQ ആണെന്ന് പറഞ്ഞത് ആരാണ്? ഹവാർഡ് ഗാർണർ, ഡാനിയൽ ഗോൾമാൻ, ആൽബർട്ട് ബിനെ, തോണ്ടൈ. ആരായിരിക്കും?
തീർച്ചയായും ഡാനിയൽ ഗോൾമാൻ അല്ലെ, അദ്ദേഹമാണ് ഇമോഷണൽ കോഷ്യൻ എന്ന കൺസെപ്റ്റിൻ്റെ അതിൻ്റെ ഒരാളാണ് ആര്, ഡാനിയൽ ഗോൾമാൻ. ഹവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമുക്കറിയാം. ആൽബർട്ട് ബിനെ അല്ലേ, IQ നമ്മളെ ബുദ്ധിയെ അളക്കുന്നതിന് ആദ്യമായിട്ടുള്ള പരിശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് ആൽബർട്ട് ബിനെ. അതുപോലെ തോണ്ടൈക്ക്. അടുത്ത ചോദ്യം, ജ്യോതിഷിന് ഗണിത പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് ഇതുപോലെ മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണിത്, സമായോജന ക്രിയ. ഇത് നമ്മൾ പഠിക്കും, ഡിഫൻസ് മെക്കാനിസം. തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഡിഫൻസ് മെക്കാനിസം. അത് വിവിധ ടൈപ്പുകളുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ജ്യോതിഷ് ചെയ്യുന്നത്, അത് അവൻ മാത്സിന് ഉത്തരം എഴുതാൻ പറ്റായിട്ട് അവനൊരു കാരണം ഉണ്ടാക്കുകയാണ്. അധിക ചോദ്യങ്ങളും സിലബസിന് പുറത്തുള്ളതായിരുന്നു. ഈ ഡിഫൻസ് മെക്കാനിസം ഏതാണ്? അനുപൂരണം, കോമ്പൻസേഷൻ ആണോ, ദമനം, റിപ്രഷൻ ആണോ, യുക്തീകരണം അതായത് റാഷണലൈസേഷൻ ഓർ ഉദാത്തീകരണം, സബ്ലിമേഷൻ? തീർച്ചയായും ഉത്തരം ഏതാണ്? യുക്തീകരണം, റാഷണലൈസ്, യുക്തീകരിക്കുക. അവൻ്റെ അതിലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ ന്യായീകരിക്കുന്നതിനാണെന്ന് പറയാം, റാഷണലൈസേഷൻ എന്ന് പറയാം. കോമ്പൻസേഷനൊക്കെ നമ്മൾ പറയും, അനുപൂരണം മറന്നു പോകരുത്. ഇതിൻ്റെ മലയാള വേർഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. അനുപൂരണം ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാവില്ലേ. കോമ്പൻസേഷൻ, ഒരാൾ അല്ലേ പഠനത്തിൽ പിന്നോക്കമുള്ള ഒരു വ്യക്തി ഫുട്ബോൾ നല്ല കളിച്ചിട്ട് സ്കൂളിന് വേണ്ടി മെഡൽ നേടി സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് നേടിയാൽ അവിടെ അവൻ ചെയ്യുന്നൊരു ഡിഫൻസ് മെക്കാനിസം. ഒരു ഭാഗത്തുള്ളതിന് പകരം അവൻ കോമ്പൻസേറ്റ് ചെയ്യാം. ഇപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ചോദ്യം, അധ്യാപകൻ ഒരു ചിത്രം ക്ലാസ് മുറിയിൽ കാണിച്ചു. തുടർന്ന് കുട്ടികളോട് അതിന് അനുയോജ്യമായ തലക്കെട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ഇവിടെ അധ്യാപകൻ കുട്ടികളുടെ ഏത് പ്രത്യേക മികവാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്? കുട്ടികളുടെ കഴിവുകൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ചിത്രം കാണിച്ച് കുട്ടികൾക്ക് അതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറയാം. അപ്പോൾ ടീച്ചർ കുട്ടിയുടെ ഏത് തരം പൊട്ടൻഷ്യലാണ് ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ക്രിയേറ്റിവിറ്റി ആണോ, ആറ്റിറ്റ്യൂഡാണോ, മെമ്മറി ആണോ, ഇൻട്രസ്റ്റ് ആണോ? മെമ്മറി തീർച്ചയായും ഓർമ്മയൊന്നല്ല പുതിയതൊന്നും ഉണ്ടാക്കാനല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്രിയേറ്റിവിറ്റി, അവൻ്റെ സർഗപരത, ഒരാളുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കാൻ പറയല്ലേ. അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അടുത്തത്, വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം, പേഴ്സൺ സെൻറ്റേർഡ് തിയറി എന്ന് നമുക്കറിയാം. ഇംഗ്ലീഷ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഇതാരാ പ്രപ്പോസ് ചെയ്തത്? കാൾ റോജേഴ്സ്, വില്ലാർഡ് ആൽപോർട്ട്, എബ്രഹാം മാസ്ലോ, RB കാറ്റൽ. ഉത്തരമാരാണ്? കാൾ റോജേഴ്സിൻ്റെ കൺസെപ്റ്റാണിത്, വ്യക്തി കേന്ദ്രീകൃത തിയറി. ഓക്കെ, പേഴ്സൺ സെൻറ്റേർഡ് തിയറി. അടുത്ത ചോദ്യം, ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോഡ്സ്കിയൻ സമീപനത്തെ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ വൈഗോഡ്സ്കി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരണം വൈഗോഡ്സ്കി അല്ലേ. അദ്ദേഹം ഏതിൻ്റെ ആളാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളല്ലേ. അപ്പോൾ അതേ നിങ്ങൾ നോക്കൂ, ഇവിടെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിറ്റി അപ്രോച്ച്, ഹ്യൂമണിസ്റ്റിക് അപ്രോച്ച്, എൻവയോൺമെൻ്റൽ അപ്രോച്ച്. ഏതായിരിക്കും ഉത്തരം? സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം, അതല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിറ്റി അപ്രോച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഗോഡ്സ്കിയെ തീർച്ചയായും പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് വൈഗോഡ്സ്കിയുടെ ZPD ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിറ്റി അപ്രോച്ച്, അതും വൈഗോഡ്സ്കിയുടേതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആയത്തെയും ഡെപ്ത് ഓഫ് റീഡിംഗ്, വായനയുടെ ആയത്തെയും ആശയാവതരണത്തെയും അതുപോലെ ഒരു പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയാസ് അതിനെയൊക്കെ അളക്കാൻ സഹായിക്കുന്നത്? കാണാപ്പാടം പഠിച്ചാലൊന്നും നമുക്ക് ഒരാളുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നതിന് മനസ്സിലാക്കാൻ പറ്റില്ല, അതുപോലെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. സർഫസ് ആയിട്ട് ചിലപ്പോൾ വായിച്ച് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഏതായിരിക്കും? ഹ്രസ്വോത്തര ചോദ്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദീർഘോത്തര എന്ന് പറഞ്ഞാൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻ, ബഹുവികൽപ്പ മാതൃകാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വസ്തുനിഷ്ഠ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ ബഹുവികൽപ്പൻ്റെ അതിന് ഇംഗ്ലീഷ് മനസ്സിലാക്കാം കേട്ടോ. ബഹുവികൽപ്പ മാതൃകാ ചോദ്യം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ ആൻസർ ഏതാ വരിക? ദീർഘോത്തര ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. അത് എഴുതുമ്പോഴാണ് ആ കുട്ടിയുടെ ഓരോ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ചോദ്യം, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തങ്ങളിൽ മലയാളം
കേട്ട് ഞെട്ടണ്ട. അതെന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വികാസഘട്ടത്തിന് നൽകിയിട്ടുള്ള പേര്. അപ്പോൾ എറിക്സന്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് പഠിക്കുക. അപ്പോൾ ഇവിടെ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കുന്നത്. തീർച്ചയായും വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, സ്വാശ്രയത്വം vs ജാള്യത, മുൻകൈയെടുക്കൽ vs കുറ്റബോധം, ഊർജ്ജസ്വലത vs അപകർഷത. അപ്പോൾ ഉത്തരം ഊർജ്ജസ്വലത അപകർഷത അല്ലേ. ഒന്നെങ്കിൽ ഊർജ്ജസ്വലത ആയിരിക്കും, അതില്ലെങ്കിൽ അവനുണ്ടാവുന്നത് അപകർഷത. ഇപ്പോൾ ഇത് പഠിക്കാൻ ഇത് തീർച്ചയായും ഒരു ഹോട്ട് ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം അവിശ്വാസം, അത് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് വിശ്വാസം അവിശ്വാസം. രണ്ടാമത്തെ ഘട്ടമാണ് സ്വാശ്രയത്വം. പിന്നെ മൂന്നാമത്തെ ഘട്ടം അല്ലേ മുൻകൈയെടുക്കൽ. അവിടെ ഈ ശ്രദ്ധിക്കാനുള്ളത് മുൻകൈയെടുക്കൽ എന്നുള്ളതിനൊരു ടോപ്പിക് നമ്മൾ പഠിച്ച 3 മുക്കുറ്റി എന്ന് കേട്ടില്ല നിങ്ങൾ? മുക്കുറ്റി, 3 മുക്കുറ്റി, 4 നാരങ്ങ, ഇങ്ങനെ ഒരു പാട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ മുക്കുറ്റി എന്നുള്ള വേർഡ് എടുത്ത് നോക്കി. മുക്കുറ്റി എന്നുള്ളതിൽ മു അതുപോലെ കുറ്റി റ്റ, ഈ 2 ഇതെടുത്താൽ നിങ്ങൾ എവിടെ കാണാം? മുൻകൈൻ്റെ മുൻ എന്നുള്ളതും കുറ്റ എന്നുള്ള രീതി കണ്ടില്ലേ? ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേ. 3-ാം വയസ്സിലെ കുട്ടികൾ 3-ാം വയസ്സിലുണ്ടാവുന്നതാണ് മുൻകൈയെടുക്കലും കുറ്റബോധവും, ഈ ഒരു ഭാഗം. അപ്പോൾ അതിന് മുമ്പുള്ള ഏരിയയെ പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഊർജ്ജസ്വലത അപകർഷത വരുന്നത് ഇത് കഴിഞ്ഞിട്ടല്ലേ 3 മുതൽ 6 വയസ്സ് വരെ. അപ്പോൾ 6 മുതൽ 12 വയസ്സ് വരെ ആയിരിക്കും ഊർജ്ജസ്വലത. ക്ലിയർ? ഇത് പഠിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് ട്രിക്സുകളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, സവിശേഷ ബുദ്ധി വൈഭവം എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു കുട്ടിക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഗിഫ്റ്റഡ് ആയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മൾ സമീപിക്കേണ്ടത്? എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ കൊടുത്താൽ മതിയോ? അത് അവർക്ക് ഒരിക്കലും ഒരു രസം ഉണ്ടാവില്ല, കാരണം പെട്ടെന്ന് കഴിയും. പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് കൊടുക്കാൻ ആയിരിക്കുമോ? അതല്ലെങ്കിൽ കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ മുകളിൽ സൂചിപ്പിച്ചതെല്ലാം. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം എളുപ്പമുള്ള പ്രവർത്തനങ്ങളൊന്നും അവർക്ക് യോജിച്ചതല്ല. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഉണർത്തുന്ന എന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ചഡ് ആയിട്ടുള്ള നല്ല മികവാർന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം, വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്തര മാനവികതാ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പ്, അതായത് സ്വയം ഒരാൾക്ക് എന്ത് ചെയ്യുക, തന്നെക്കുറിച്ച് തോന്നുന്ന മതിപ്പിനെക്കുറിച്ച് എന്താ പറയുക, ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്, അതല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, ആത്മദാനം അല്ലെ, സെൽഫ് എസ്റ്റീം എന്ന് പറയും. അപ്പോൾ ഉത്തരം ഏതാണ്? സെൽഫ് എസ്റ്റീം ആണ് കേട്ടോ. ഉത്തരം ആത്മാദനം എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം. അപ്പോൾ ഇവിടെയാണ് ഒരാൾ സ്വയം തന്നെക്കുറിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു മതിപ്പുണ്ട്, അതിനാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് ഹയറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ വരുന്നതാണ് സെൽഫ് എസ്റ്റീം. ഓക്കെ, അപ്പോൾ ഈ 15 ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ഇതിലുള്ള ഹോട്ട് ടോപ്പിക്കുകൾ എടുത്തിട്ട് അത് പ്രത്യേകം പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കേട്ടറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. താങ്ക് യു.